ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ മുഖം നല്ലതായിട്ട് ഫേസ് വാഷ് ഇട്ട് നല്ലതായിട്ട് കഴുകി ടിഷ്യൂ പേപ്പറിട്ട് നല്ലതായിട്ട് ഉപ്പി ക്ലീനാക്കി 1 മണിക്കൂർ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖം നമ്മളൊന്ന് നോക്കിക്കഴിയുന്നുണ്ട്. ചിലരുടെ മുഖം നല്ല ഓയിലായിട്ടിരിക്കും, അതാണ് ഓയിലി സ്കിൻ. പിന്നെ ചിലരുടെ മുഖം ചില സ്ഥലങ്ങളിൽ മാത്രം ഓയിൽ കാണും, ചില സ്ഥലങ്ങളിൽ നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും, അതാണ് കോമ്പിനേഷൻ സ്കിൻ. ചിലരുടെ സ്കിൻ നല്ല ഡ്രൈ ആയിട്ട് എപ്പോഴും ഇരിക്കും, ഒരു വലിച്ചിലൊക്കെ കാണും, അതാണ് പിന്നെ ഡ്രൈ സ്കിൻ. അത് ഇച്ചിരി എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് അത് നമ്മുടെ മുഖത്തിന് നെടുക്കിയ നീളത്തിൽ അവിടെ ഇവിടെ ഒന്ന് പിന്നെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുന്ന നമ്മളത് എടുത്തും വെച്ച് നോക്കുന്ന ആ സെല്ലോ ടേപ്പ് ചിലത് നല്ല ഓയിലായിരിക്കും അതിൻ്റെ അകം, അതാണ് ഓയിലി സ്കിൻ. ചിലയിടത്ത് മാത്രം ഡ്രൈനെസ്സും ചിലയിടത്ത് ഓയിലിയുമായിട്ട് കാണും, അതാണ് കോമ്പിനേഷൻ സ്കിൻ. മറ്റേത് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും സെല്ലോ ടേപ്പിൻ്റെ അകം ഇരിക്കുന്നത്, അതാണ് ഡ്രൈ സ്കിൻ. ഇങ്ങനെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ചിലരുടെ സ്കിന്നുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് മിക്കവാറും അവരുടെ മുഖമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുമന്നും ഒക്കെ ഇരിക്കുന്നതായിരിക്കും. അവർക്കൊരു ക്രീമൊന്നും പറ്റാനൊക്കത്തില്ല. ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഖം എളുപ്പം തന്നെ ചുമന്ന് വല്ലാതാകും. അങ്ങനെയുള്ള സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ. പിന്നെ നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനും നമ്മൾ ഓരോ ക്രീമുകൾ ഉപയോഗിക്കാനും എല്ലാം. നമ്മുടെ സ്കിൻ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളതെല്ലാം ചെയ്യാനായിട്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കുന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.